നമ്മളെല്ലാവരും ഏലട എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ഏലട ഇരിക്കുന്നു കേട്ടോ. ഏലട കണ്ടപ്പോൾ പക്ഷേ ഉള്ളിൽ നോക്കിയപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ് ഈ ഏലടയുടെ പ്രത്യേകത. അവർ പറഞ്ഞു ഇതാണ് സേമിയ അട എന്ന് പറഞ്ഞു. അപ്പോൾ സേമിയ അട നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താ സംഭവം നോക്കാം, ഓപ്പൺ ആക്കാൻ നോക്കാം കേട്ടോ. സ്ലോ മോഷനിൽ ഓപ്പൺ ആക്കാൻ നോക്കാം. ടൺ ടൺ ടാൻ. വാവ്, ഇത് നമ്മുടെ സേമിയ ഉണ്ടല്ലോ, സേമിയ ഇനിവണ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. സോഫ്റ്റാണ്, പെട്ടെന്ന് മുറിഞ്ഞു പോരുന്നുണ്ട് സ്പൂൺ കൊണ്ട്. കഴിച്ചു നോക്കാം. ഇതിനകത്ത് സേമിയുണ്ട്, പഴമുണ്ട്, പിന്നെ ഉണക്കമുന്തിരില്ലേ, ഉണക്കമുന്തിരിയുണ്ട്. പിന്നെ ഒരു നനവ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നാളികേരപ്പാലാണോ എന്നൊരു ഡൗട്ടുണ്ട്, അതോ എന്തിൻ്റെ ഒരു പാലിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നാളികേരപ്പാൽ തന്നെ, പക്ഷെ നന്നായിട്ടുണ്ടോ. സേമിയ വിളയിച്ചതല്ല, സേമിയ എന്തോ ഇതിൽ വേവിച്ചെടുത്തിട്ട് പഴവും മുന്തിരിയൊക്കെ ചേർത്തിട്ടുള്ളൊരു കിടിലൻ അട. 2.5 ദിറംസാണ് വില. 2.5 ദിറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 50 രൂപ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ നാട്ടിലായ പോലും നാട്ടിലൊന്നും സേമിയയുടെ ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. ഏലാട കഴിച്ചിട്ടുണ്ട്, അത് തന്നെ പഞ്ചസാരയും നാളികേരവും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള പല ടൈപ്പ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സേമിയ വിളയിച്ചതുണ്ടാവാറുണ്ട്, പക്ഷേ ഈ സേമിയ അട ആദ്യമായിട്ടേ കാണാം. എന്തായാലും സംഭവം കൊള്ളാട്ടോ. ആരെങ്കിലും മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്തോളൂ.